ഇപ്പോൾ NCP ആലപ്പുഴ ജില്ലാ മുൻ പ്രസിഡന്റ് ശ്രീ സാദ് ഹമീദ് ചേരുകയാണ്. ശ്രീ സാദ് ഹമീദ്, ഇനി തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും പാർട്ടിക്ക് മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും AK ശശീന്ദ്രൻ ഒഴിഞ്ഞേ മതിയാവുകയുള്ളൂ എന്ന നിലപാടിലേക്ക് പാർട്ടി പോവുകയാണോ? അത് ഇന്നലെ സംസ്ഥാന നിർവാഹക സമിതി യോഗം എറണാകുളത്ത് വിളിച്ചിരുന്നു പാർട്ടി പ്രസിഡന്റ്. ഏതാണ്ട് 200-ൽ പരം ആളുകൾ എക്സിക്യൂട്ടീവിൽ തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകളെല്ലാം വിളിച്ചു ചേർത്തിട്ടാണ് ഈ എക്സിക്യൂട്ടീവ് യോഗം കൂടിയിരിക്കുന്നത്. ഇന്നലെ എറണാകുളം YMC ഹാളിൽ വെച്ചായിരുന്നു യോഗം. ഇതിനകത്ത് കേരളത്തിലെ പ്രധാനികളായിട്ട് 980 മുതൽ ഈ പാർട്ടിയിലുണ്ടായിരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തിക്കൊണ്ടാണ് ഈ സംസ്ഥാന നിർവാഹക സമിതി യോഗം നടന്നിരിക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ ജില്ലയുടെ അധ്യക്ഷനായിരുന്നു. ഒരു കാരണവുമില്ലാതെ നെഹ്റുവിന്റെ ജന്മദിനം നടത്തി എന്നതിന്റെ പേരിലാണ് എന്നെ നീക്കം ചെയ്തത്. എന്നോട് വിശദീകരണം ചോദിക്കുകയോ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയോ ചെയ്യാതെയാണ് ജില്ലയുടെ അധ്യക്ഷനായി കഴിഞ്ഞ 10-20 ദിവസത്തിന് മുമ്പ് എന്നെ മാറ്റിയിരിക്കുന്നത്. അത് തന്നെ സംഘടനാപരമായ വിരുദ്ധ നിലപാടാണ് പാർട്ടി പ്രസിഡന്റ് സ്വീകരിച്ചത്. ഞാൻ AK ശശീന്ദ്രൻ അനുകൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ നീക്കം ചെയ്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുപോലെ ഇന്നലത്തെ യോഗത്തിൽ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം തിരുവനന്തപുരം ജില്ലക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് വർക്കല രവികുമാർ, പാർട്ടിയുടെ 4 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, നിലവിൽ സംസ്ഥാന ട്രഷററായിരിക്കുന്ന PJ കുഞ്ഞുമോൻ, സംസ്ഥാന തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റുമാർ 3 പേർ, അഡ്വക്കേറ്റ് സുരേഷ് ബാബുവും ലതിക സുഭാഷിനും ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ രാജൻ മാഷ് അടക്കം സുരേഷ് ബാബുവും ലതിക സുഭാഷുമല്ല, ഈ തെരഞ്ഞെടുക്കപ്പെട്ട രാജൻ മാഷിനെ പോലും പങ്കെടുപ്പിക്കാതെയാണ് ഇന്നലെ സംസ്ഥാന നിർവാഹക സമിതി യോഗം. താങ്കളുടെ ആരോപണം ഈ AK ശശീന്ദ്രനൊപ്പം നിൽക്കുന്നവരെ PC ചാക്കോ പക്ഷം വേട്ടയാടുന്നു എന്നാണോ? പൂർണ്ണമായും ഇന്നലത്തെ യോഗം നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. AK ശശീന്ദ്രനെ അനുകൂലിക്കുന്ന മുഴുവൻ കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികന്മാരായിട്ടുള്ള മുഴുവൻ ആളുകളെയും 980 മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച് മുന്നണിക്ക് വേണ്ടി അധോരാത്രം കഷ്ടപ്പെട്ട നേതാക്കന്മാരെയാണ് ഇന്നലത്തെ എക്സിക്യൂട്ടീവിൽ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇന്നലത്തെ യോഗം? ഹാഷ്മി ചേട്ടൻ സാറ് മനസ്സിലാക്കണം, ഇന്നലെ പാർട്ടി പ്രസിഡന്റ് പരസ്യമായിട്ടാണ് മൈക്കിൽ കൂടി പറഞ്ഞത്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയാണ് ഇന്ന് രാജിവെക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കുന്നത്. എന്താ പറഞ്ഞെന്നറിയോ ശ്രീ PC ചാക്കോ? സോഷ്യൽ മീഡിയയിൽ ഞാൻ നിങ്ങൾക്ക് രഹസ്യമായിട്ടുള്ള ചില സംഭാഷണങ്ങൾ ഞാൻ പുറത്തുവിടും. ആ പുറത്തുവിടുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്നലെ മുതൽ കേരളത്തിലെ മുഴുവൻ NCPയുടെ പാർട്ടി പ്രവർത്തകരും വല്ലാത്ത വിഷമത്തിലാണ്. ഒരു പാർട്ടി പ്രസിഡന്റ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ രാജിവെച്ചില്ലെങ്കിൽ ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. AK ശശീന്ദ്രനെ പോലുള്ള ആളിന്റെ മുഖത്ത് നോക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ പുറത്തുവിടും രാജിവെക്കണം. അതായത് സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു മന്ത്രിയെ ആ പാർട്ടിയുടെ അധ്യക്ഷൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് പുറത്താക്കാൻ നോക്കുന്നു, പേടിപ്പിച്ച് പുറത്താക്കാൻ നോക്കുന്നു. അപ്പൊ അതിൽ പേടിച്ചും രാജിവെക്കാൻ തയ്യാറാവുകയാണ് ശശീന്ദ്രൻ. ഞാൻ പങ്കെടുക്കാത്ത ഒരു യോഗമാണ്, പക്ഷേ 200-ൽ പരം ആളുകൾ പങ്കെടുത്തവരാണ്. ഭൂരിഭാഗം ആളുകളും ഇന്നലെ നമ്മളെ വിളിച്ചറിയിച്ചതാണ്. ഇങ്ങനെ ഒരു പാർട്ടി പ്രസിഡന്റ് ഒരു മന്ത്രിക്കെതിരെ ഭീഷണി മുഴക്കിയാണോ ഒരു മന്ത്രിസഭയിൽ നിന്ന് രാജിക്കത്ത് വാങ്ങിക്കേണ്ടത്? അങ്ങനെ പ്രശ്നം അത്. അപ്പോൾ ശ്രീ സാദ് ഹമീദ് സംസാരിക്കുന്നത് NCP ആലപ്പുഴ മുൻ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹം നേതൃത്വവുമായി ഇപ്പോൾ അകൽച്ചയിലാണെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇന്നലെ ചേർന്ന ഈ പറയുന്ന നിർണായക യോഗത്തിൽ PC ചാക്കോ AK ശശീന്ദ്രനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പുറത്താക്കി, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ വഷളാവും എന്തൊക്കെ പുറത്തുവിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മന്ത്രിസ്ഥാനം ഒഴിയാൻ നിർബന്ധിതമാക്കിയത് എന്നൊക്കെയാണ് സാദ് ഹമീദിന്റെ ആരോപണം.